സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്ന ആപ്തവാക്യത്താൽ 2024 ഡിസംബർ മാസത്തിൽ ഇസ്വാർ NSS കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിലെ NSS വോളണ്ടിയേഴ്സ് ആനിക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ വിശദാംശങ്ങളിലേക്ക്. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്ന ആപ്തവാക്യം സാധൂകരിക്കത്തക്കവണ്ണം NSS വോളണ്ടിയർമാരും പ്രോഗ്രാം ഓഫീസേഴ്സും സുസ്ഥിര വികസനത്തിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കാൻ വേണ്ടി 2 സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആദ്യം സന്ദർശിച്ച സ്ഥലം പള്ളിക്കത്തോട് മുക്കാലിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന 6 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ഫലവൃക്ഷത്തോട്ടമാണ്. 2022 കേരളത്തിലെ മികച്ച സംരക്ഷക കർഷകനുള്ള കേരള സർക്കാരിൻ്റെ ജൈവ വൈവിധ്യ പുരസ്കാരം കരസ്ഥമാക്കിയ ശ്രീ ഹരി വിജയകുമാർ നടത്തുന്ന മഹാലക്ഷ്മി ഗോശാലയിലേക്കുള്ള സന്ദർശനമായിരുന്നു അടുത്തത്. സുസ്ഥിര വികസനത്തിൻ്റെ 17 നിയമങ്ങളിൽ 7 സാധൂകരിക്കത്തക്ക വിധമുള്ള ഒരു ഫാം ഹൗസ്, അതാണ് പള്ളിക്കത്തോട് കുറുങ്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന മഹാലക്ഷ്മി ഗോശാല. ഇന്ത്യയിൽ കാണപ്പെടുന്ന 38 ഇനം പശുക്കളിൽ 18 എണ്ണത്തിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്ന കങ്കയം കാള, ഗുജറാത്തിൽ കാണപ്പെടുന്ന സിംഹത്തിനോട് പോലും പോരാടുന്ന ഗിർ പശു, കാസർഗോഡ് ഡ്വാർഫ്, രാജസ്ഥാനിൽ കാണപ്പെടുന്ന സാഹിവാൾ പശു, തൂവെള്ള കളറുള്ള തഞ്ചാവൂർ കൃഷ്ണ, വെച്ചൂർ പശു, ഏറ്റവും സുന്ദരി എന്നവകാശപ്പെടുന്ന താർപാർക്കർ, മഹാരാഷ്ട്രയിൽ കാണപ്പെടുന്ന ധിയോണി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പശു എന്നവകാശപ്പെടുന്ന കങ്കരാജ്, തിരുവിൽവാമല വില്വാദ്രി, റെഡ് സിന്ധി, ചെറുവള്ളി പശു, വെച്ചൂർ കാള, സ്വർണ്ണ നിറമുള്ള കണ്ണുകളുള്ള സ്വർണ്ണക്കപില മുതലായ വിവിധ ഇനം പശുക്കളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പശുക്കൾക്ക് സ്വസ്ഥമായ അന്തരീക്ഷം നൽകുവാൻ വേണ്ടി ദിവസം മുഴുവനും ഗോശാല സംഗീതാത്മകമായി നിലനിർത്തിയിരിക്കുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനത്തിന് പാലിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഗോക്കളിൽ നിന്നും ഔഷധ ഗുണമുള്ള പാല് ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, പലതരത്തിലുള്ള പാലുൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഈ പശുക്കളുടെ ചാണകത്തിനും പ്രത്യേകതയുണ്ട്. യാതൊരു വിധത്തിലുള്ള ദുർഗന്ധവും ഇവിടെ നിന്നും വമിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഗോമൂത്രവും ചാണകവും എല്ലാം നേരെ കൃഷിയിടത്തിലേക്ക് വിടുകയും അവിടെ ഫലഭൂയിഷ്ടമായി കൃഷിയും ചെയ്യുന്നുണ്ട് ശ്രീ ഹരി വിജയകുമാർ. ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന ചാണകത്തിൽ നിന്നുമുണ്ടാക്കിയ ആൻറ്റി ബാക്ടീരിയൽ പെയിൻറ് ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു. ചാണകത്തിൽ നിന്നുമുണ്ടാക്കിയ ഭസ്മം, ഡിഷ് വാഷ് പൗഡർ, സാമ്പ്രാണി, ചാണകവരടി, വിവിധ ജൈവവളങ്ങൾ, ജൈവ കമ്പോസ്റ്റ് തുടങ്ങിയ അനവധി ജൈവ പ്രോഡക്ട്സും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ചാണകത്തിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമവും ഇവിടെ നടക്കുന്നു. അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ബയോഗ്യാസ് പ്ലാന്റും നമുക്കിവിടെ കാണാം. ചുരുക്കത്തിൽ ഈ വീട്ടിൽ പുറത്തുനിന്ന് പച്ചക്കറികളൊന്നും തന്നെ വാങ്ങുന്നില്ല. എല്ലാവിധത്തിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എങ്ങനെയെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് പ്രകൃതിയെ ഒരു വിധത്തിലും ദ്രോഹിക്കാതെ പ്രകൃതിയോട് സൗഹൃദം സ്ഥാപിച്ച് കേരള സർക്കാരിൻ്റെ മികച്ച സംരക്ഷക കർഷകനുള്ള അവാർഡ് വാങ്ങിയ ശ്രീ ഹരി വിജയകുമാർ. ഗോശാല സന്ദർശിച്ച ഓരോ NSS വോളണ്ടിയർമാർക്കും ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരി എന്നാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ പരിചയമുണ്ടോ? വേറെ മഹാലക്ഷ്മി ഗോശാല എന്നാണ് നമ്മൾ തുടക്കത്തിൽ നേരിട്ട ഒരു ഗോശാലയായിട്ട് 18 ഇനങ്ങളിലായിട്ട് 30 ഇനങ്ങളാണ് നമുക്ക് അപ്രൂവ് ചെയ്ത 30 ബ്രീഡുകളാണ്. അതായത് 18 ബ്രീഡ്സും അതിൻ്റെ പുല്ലുകൾ, പശുക്കളും ഗ്രാമങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമ്മുടെ നാടൻ പശുക്കളൊക്കെ സംരക്ഷിക്കാനൊരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2022 തുടങ്ങി. ലോക്ക്ഡൗണിൽ അങ്ങനെ ഇപ്പം 18 ഇനങ്ങളിലായിട്ട് 50ഓളം പേരുണ്ട്. അപ്പോൾ അവരുടെ സംരക്ഷണവും ഇവിടെ തന്നെ പുല്ലുകളുണ്ട്. അപ്പോൾ നല്ലൊരു മീറ്റിംഗ് വഴി നല്ല കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിൽക്കാറില്ല. അങ്ങനെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് നോക്കുന്നത്. ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാവരും വീടുകളിലൊക്കെ ഇരുന്ന് പോയപ്പോൾ അരിയൊക്കെ കിട്ടാത്തൊരു സമയം പോലും വന്നില്ല. പൈസ അത്ര ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രയോജനമില്ലാത്ത പല സമയങ്ങളിലൂടെ നമ്മളിപ്പോൾ വയനാട്ടിൽ കണ്ടതാണ്. അങ്ങനത്തെ ദുരന്തങ്ങൾ ഒരുവശത്ത്, അതുപോലെ തന്നെ ഇപ്പം കോവിഡ് പോലത്തെ അസുഖങ്ങൾ വേറൊരു വശത്ത്,
അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് സുഖമായിട്ടും സ്ഥിരമായിട്ടും താമസിക്കാൻ പറ്റാത്തൊരു കാലത്തിൽ നമ്മൾ കടന്നിട്ടുണ്ട്. അതിനൊക്കെയുള്ള സൊല്യൂഷൻ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഇതിലെത്തി നിൽക്കുന്നത്. നാടൻ പശു പോലെ ഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അതുപോലെ തന്നെ നാടൻ വിത്തിനങ്ങൾ സംരക്ഷിക്കുക, പിന്നെ പ്രകൃതിയെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഗോൾസ് കേട്ടിട്ടുണ്ടോ? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് കേട്ടിട്ടുണ്ടോ? എത്രയെണ്ണമുണ്ട്? 17. അപ്പോൾ അതിനകത്ത് 7 എണ്ണം നമുക്ക് ഈ നാടൻ പശുക്കളെ വെച്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മോഡലാണ് നമ്മൾ അത് അവിടെ കാണാൻ എന്തൊക്കെയാണ് നമ്മൾ ഒരു ചാർട്ട് വെച്ചിട്ടുണ്ട്. ബേസിക് കൗൺസിൽ നാടൻ പശു അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 എണ്ണം നമ്മളിവിടെ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കാണാം. നമ്മുടെ കേരളത്തിലെ ഇനങ്ങളുണ്ട്, തമിഴ്നാട്, അങ്ങനെ ഒരുവിധം കുറേ സ്റ്റേറ്റുകളുടെ ആയിട്ട് പല രീതികൾ നമുക്കിവിടെ ഉണ്ട്. എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അതിലേക്ക് അറിയാം. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടൊക്കെയാണെന്നുണ്ട്. അതിന്റെ പശുവാണിത്. കങ്കയം എന്ന് പറയുന്ന ഇതാണ്. ഇന്ത്യൻ ബ്രീഡ്സിൽ ഏറ്റവും ശക്തിയുള്ള ബ്രീഡ്സാണ് കങ്കയം. അവരുടെ ഹൈറ്റൊക്കെ നോക്കുന്നത് കാലൊക്കെ നല്ല മസിൽ ഉള്ള കാലുകളും ഈ ഹൈറ്റൊക്കെ നിസ്സാരമായിട്ട് ചാടിക്കയറി പോയി ചാടി ഇറങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ പശുക്കളെ പോലും നിലവിഴാനും വണ്ടി വലിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഇനം മാത്രമേ ഉള്ളൂ. കാളകളെ പശുക്കളെ ആരോഗ്യമുണ്ട്. ഇത് ഗീർ, നമ്മുടെ ഗുജറാത്തിലെ ഗീറാണ്. ഗീർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? സിംഹങ്ങളുള്ള വനമേതാണ് ഗീർ വനം. അപ്പോൾ ഗീർ വനങ്ങളിൽ സിംഹം ഉള്ളതുകൊണ്ട് ആ സിംഹങ്ങളൊക്കെ ആയിട്ട് ഏറ്റുമുട്ടാനാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ശരീരഘടന കൊടുത്തേക്കുന്നത്. ഇവർ ഇടിച്ചാണ്, ഇവരുടെ മസ്തകത്തിനാണ് ബലം. അപ്പോൾ കുത്തകയല്ല, ഇവർ ഇടിച്ചാണ്. ഇതിന്റെ കൊമ്പുകൾ ഇങ്ങനെ വരും, വലിയ കൊമ്പാവും. ഇതിപ്പോൾ ഒരു 4 വയസ്സാകുന്നേ ഉള്ളൂ. ആ വലുപ്പമൊക്കെ വരുന്ന ഇത് നമ്മുടെ 27 പ്രസവിച്ച് 33 വയസ്സുള്ള പശുവുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഈ ഹൈബ്രിഡ് ഇനങ്ങളെ വെച്ച് ഉള്ള വ്യത്യാസം. അതായത് മറ്റേത് വെറും പാലിന് വേണ്ടി മാത്രം ഉള്ള നമ്മൾ വികസിപ്പിച്ചെടുത്ത വിദേശയിനം പശുക്കളാണ് ഈ HF ജേഴ്സി എന്നൊക്കെ പറയുന്നത്. ശരിക്കും ആ പാല് നമ്മൾ ഉപയോഗിക്കരുത്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് തന്നെയാണ്, പാല് ഉപയോഗിക്കുന്നതിന് ഒന്നും കാര്യമല്ല. A1 മിൽക്ക് എന്ന് പറയുന്നത്. A1 മിൽക്ക് എന്ന് പറഞ്ഞാൽ A1 ബീറ്റാ കസീൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ആ പാലിൽ. അത് ക്യാൻസറസാണ്, ടോക്സിക്കാണ്, തന്നെ അല്ല നമുക്ക് ദഹിപ്പിക്കാൻ പറ്റാത്ത പ്രോട്ടീൻ. അപ്പോൾ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാൻസർ, പിന്നെ കുട്ടികൾക്ക് ഓട്ടിസം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ പാല് കഴിച്ചാൽ. ഇവരുടെ പാലിൽ എന്ന് പറഞ്ഞാൽ A2 മിൽക്കാണ്. A2 മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ മുലപ്പാൽ വിചാരിക്കുന്ന പാലാണ്. A2 ബീറ്റാ കസീൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് അമ്മമാരുടെ മുലപ്പാലിലുള്ളത്, ഇവരുടെ പാലിലുള്ളത്. അപ്പോൾ ഈ പാലില്ലാത്ത അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുപോകാറുണ്ട്. ചെറിയ ന്യൂബോൺ ബേബീസിന് വരെ ഈ പാല് കൊടുത്ത് വളർത്തുന്ന കുട്ടികളുണ്ട്. പിന്നെ ഇത് നമ്മുടെ കാസർഗോഡ് കൂടാണ്. കേരളത്തിൻ്റെ തന്നെ കാസർഗോഡ് കൂടാണത്. കാസർഗോഡ് വാർപ്പ്. ഇത് സഹിവാൾ എന്ന് പറയും, രാജസ്ഥാനിലുള്ളതാണ്. നമ്മളിവിടെ നാച്ചുറൽ ഫീഡ് മാത്രമേ ഉള്ളൂ. വെല്ലറ്റും അങ്ങനെ യൂറിയ, കെമിക്കൽസ് അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും കൊടുക്കില്ല. പുല്ല്, പിന്നെ വാഴപ്പിണ്ടി ഇല്ല. ഇത് നമ്മൾ ചങ്ങനാശ്ശേരി നോക്കുക. പിന്നെ ഇത് തഞ്ചാവൂർ കൃഷ്ണയാണ്. കൃഷ്ണ പശു എന്ന് പറയുന്നത് തഞ്ചാവൂർ കൃഷ്ണൻ. ആ എല്ലാം ഉണ്ട്. അതിൽ കൺവീല് ഉൾപ്പെടെ എല്ലാം വൈറ്റാം.
നമ്മൾ കുളിപ്പിക്കാത്തതുകൊണ്ടാണ് ഇത് ശരിക്കും നല്ല പ്യുവർ വൈറ്റാണ്. കുളിപ്പിക്കാത്തതുകൊണ്ടാണ് ഒരു ചെറിയ ഡിമ്മായിട്ട് നിൽക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പോൾ ചാണകം നോക്കിയതാണ് ഉരുണ്ടുകൊണ്ടാണ് കിടക്കുന്നത്. കൂട് കഴുകാറില്ല, കുളിപ്പിക്കാറില്ല, സ്മെല്ലില്ല. അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് ദുർഗന്ധം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ജനുവരി 5 ഇപ്പോൾ 1 വർഷം ആകാൻ പോകാം കൂട് കഴുകിയിട്ട് കുളിപ്പിച്ചിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ പശുക്കളുടെ പ്രത്യേകത. ആരുടെയും ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടാകും, അഴുക്ക് വൃത്തികളൊന്നുമില്ല. അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സിന്റെ പ്രത്യേകത. ഇവരുടെ ചാണകം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പിടി നമ്മളെടുത്ത് അതിനകത്ത് 350 മുതൽ 500 കോടി വരെ മൈക്രോബ്സ് സൂക്ഷ്മാണുക്കൾ. മറ്റേ പശുക്കളുടെ ചാണകം എടുത്ത് അതിനകത്ത് 70 ലക്ഷം താഴെ, അതായത് 1 കോടി പോലും. അങ്ങനെ 400-500 ഇരട്ടി ഗുണമാണ് ഇവരുടെ ചാണകത്തിനുള്ളത്. മൈക്രോബ്സ് ചാണകത്തിൽ നിന്ന് നമ്മളൊരു 40ഓളം പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ വരുമാന മാർഗം. പാല് അല്ല, ചാണകമാണ് വരുന്നത്. പാലെന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ കുട്ടികൾക്കുള്ളതാണ്, നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം കുട്ടികളെ നല്ലത് കുടിപ്പിക്കും. ചാണകത്തിൽ നിന്ന് ഭസ്മം ഉണ്ടാക്കുന്നുണ്ട്, ഡിഷ് വാഷ് പൗഡറുണ്ട്, പിന്നെ ഈ ട്യൂബ് അഗർബത്തിയൊക്കെ ഇല്ലേ, പിന്നെ വരളികളുണ്ട്, പിന്നെ വളങ്ങൾ ഒരു 30 ടൈപ്പിന് മുകളിൽ വളങ്ങളുണ്ട്. അത് കാണാം, അവിടെ ഉണ്ട്. ഇത് നമ്മുടെ വെച്ചൂര്, കോട്ടയത്തിന്റെ വീടാണ് വെച്ചൂര്. വെച്ചൂർ പശുക്കളുടെ പ്രത്യേകതയാണ് ഇങ്ങനത്തെ കൊമ്പ്. കൊമ്പിന്റെ അറ്റത്തു നിന്നുള്ള തുള്ളി വെള്ളം തുള്ളി കണ്ണി വീഴുമെന്നാണ് ശരിക്കുള്ള വെച്ചൂരിന്റെ ലക്ഷണം. പിന്നെ അവരുടെ കുളമ്പ്, ഈ കണ്ണ് കുറച്ച് സ്ഥലങ്ങളില്ല ഇവിടെ കൂടുതൽ, അതുകൊണ്ട് കുളമ്പിന് വീതി കൂടുതലാണ്. ഇത് ബ്രാഹ്മണ മകളുമാണ്. കുളമ്പിന് വീതിയുണ്ട്, മറ്റേ പശുക്കളെ പരന്നായിരിക്കും, ചെറുതാണെങ്കിലും വീതിയുണ്ട്. അപ്പോൾ ഈ കണ്ടത്തിലൊക്കെ ഇറങ്ങി നിന്ന് കഴിക്കാൻ ഉള്ള, പിന്നെ പൊക്കം കുറവാണ്. 90 സെന്റിമീറ്റർ വരെയൊക്കെ ഹൈറ്റ് വരുന്നു. ഇതിനൊക്കെ നമ്മള് അറവശാലയിൽ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെയാണ്. ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. ഞാൻ തരാം. ഇതും കാസർഗോഡ് പോകാനാണ്. ഇതിനൊക്കെ അങ്ങോട്ട് ബിരിയാണി ഉണ്ടാക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പിക്കപ്പ് എന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന. ഞാൻ കാണുമ്പോൾ ഇത് കുഞ്ഞാ പാല് കുടിച്ചോണ്ട് പോവാം. ഞാൻ കാലിൽ കൂടെ പാൽ ഒഴുകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 7 വയസ്സൊക്കെ കാണും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിപ്പം മൊത്തത്തിൽ 5 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഹൈറ്റ് ഇത്രേ ഉള്ളൂ, 90 സെന്റിമീറ്റർ വരെ. അവിടെ നിൽക്കുന്നത് വെച്ചിട്ട് അവിടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അനന്ത് നല്ല ക്യാമറ അല്ലേടാ. ഇതെല്ലാം ഇന്ത്യൻ ബ്രീഡ്സില് 38 എണ്ണം നിലവിലുണ്ട്. 79 ഉണ്ടായിരുന്നത് നമ്മളിങ്ങനെ അറുത്ത് മുറിച്ച് 38 ആക്കിയിട്ടുണ്ട്. അതിനെ ആണ് നമ്മൾ സംരക്ഷിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അങ്ങനെ 18 ബ്രീഡുകൾ ഇപ്പൊ നമുക്കുണ്ട്. ഇത് ഗീറാണ്. ഇത് ഈ പറഞ്ഞല്ലേ 10 വയസ്സ് വരെ പ്രഗ്നന്റ് ആകാതിരുന്നത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടെ അറക്കാൻ കൊടുത്തിട്ട് നമ്മൾ അവിടെ രക്ഷിച്ചു കൊണ്ടുവന്ന് 11ാമത്തെ വയസ്സിൽ ഇപ്പൊ പ്രഗ്നന്റ് വെയിറ്റ് ചെയ്യുന്നത്. ഈ പ്രഗ്നന്റ് ആകുന്നതിന് വേറെ പിന്നെ പുള്ളുകളുള്ളതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോഴാണ്, ഇൻസെമിനേഷൻ ചെയ്യുമ്പോഴാണ് സക്സസ് ആകാതെ പോകുന്നത്. പുള്ളുകളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ വിട്ട് കഴിഞ്ഞാൽ 99% സക്സസ് ആവും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ എല്ലാവരുടെയും 7 ഒക്കെ അവൈലബിൾ ആണ്. ഈ ബ്രീഡ്സിന്റെ ഒക്കെ അവൈലബിൾ ആണ്. NDDBയുടെ ഉണ്ട്, നാഷണൽ ഡയറിയുടെ ഉണ്ട്. പിന്നെ അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ വരുത്തിയിട്ട് ഇതാണ് താർ പാർക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ശ്രീകൃഷ്ണന്റെ കൂടെ കാണുന്ന പശുവാണിത്. താർ പാർക്കർ, താർ മരുഭൂമിയില്ലേ, ശ്രീകൃഷ്ണന്റെ പടത്തിലും ഇതിലൊക്കെ കാണുന്ന പശുവാണിത്. അതൊക്കെ ഉണ്ടാക്കാം. ഇത് തഞ്ചാവൂരിന്റെ വ്യത്യാസം കൺവീലി ബ്ലാക്ക് ആണല്ലേ? അല്ല, ഇതിന് ഒരു വലിപ്പം വ്യത്യാസമുണ്ട്. പിന്നെ ആ വലിപ്പമൊക്കെ ആവും. പിന്നെ കൊമ്പിന്റെ പ്രത്യേകതയുണ്ട്. ഇതിന് ഇത്രേ കൊമ്പ് വരുന്നുള്ളൂ.
ഒന്നുകൂടെ പിന്നെ കൊമ്പ് ചെവി തളർന്നു ചെയ്യുക. ഓരോരുത്തർക്കും അതിൻ്റെതായ വ്യത്യാസം. ഇത് നല്ല വെള്ളയാണ്. ഇത് കുളിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ല പ്യൂർ വൈറ്റ്. രാധ കൃഷ്ണന്റെ കൂടെ ഇത് വെക്കാൻ കാര്യം ഇന്ത്യൻ ബ്രീഡ്സിലെ ഏറ്റവും സൗന്ദര്യമുള്ള പശുവാണ്. വളർന്നു കഴിയുമ്പോൾ നന്നായി താടയാക്കിയിട്ടുണ്ടോ? ഇതുണ്ട്. അതാണ് നല്ല ഭംഗിയുണ്ട്. രാധ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കുതിരയ്ക്കുന്ന കാര്യമില്ല. എന്നും വന്ന് കാണുന്നത്. കാസർഗോഡ് പോലെയാണ്. ഇത് ഇടിക്കൂടാ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സിലെ ഏറ്റവും വലിയ ഇതൊന്ന് പിടിച്ചേ. കാങ്കര. ഇവിടെ ഇത് പച്ച ഗുജറാത്തിലൊക്കെയാണ് കൂടുതൽ. രാജസ്ഥാൻ ഇതിനെ നമ്മളിവിടെ ചെങ്ങന്നൂർ അതിന്റെ കൊമ്പ് കണ്ടോ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ കാരണം അവിടെ ഈ വരൾച്ച കൂടുതലാണ്. തിരുവില്ലാമല എന്നൊരു മലയാണ്. അപ്പൊ അവിടെ മേഞ്ഞു നടക്കുന്ന പശുക്കളാണ്. അപ്പൊ അവിടെ വരൾച്ച വരുമ്പോൾ പുല്ലില്ലാതെ വരും. അപ്പൊ അവർ ഈ മരത്തിന്റെ തൊലി വിരിച്ചാണ് അവർ ഭക്ഷണം കൂടുതലും. അതാണ് ആ കൊമ്പ് അങ്ങനെ കൊടുക്കുന്നത്. പെരിയാറിന്റെ തീരത്തുള്ള ബ്രീഡുകളാണ് അത്. ഈ കാസർഗോഡ് കുള്ളൻ, പിന്നെ അനങ്ങമ്പല എന്ന് പറഞ്ഞിട്ടുണ്ട്, കുട്ടമ്പുഴ കുള്ളൻ, ഈ തിരുവില്ലാമല വില്വാതിരി പശുക്കൾ, പിന്നെ നമ്മുടെ ഇവിടെ വരുമ്പം ചെറുവള്ളി പശുക്കൾ, ചെറുവള്ളി. അങ്ങനെ ആ പെരിയാറിന്റെ തീരത്തുള്ള പശുക്കളാണ് ഇതൊക്കെ. അപ്പൊ അതും ഈ പറഞ്ഞ ജോഗ്രഫിക്ക് അനുസരിച്ചും നമുക്കുള്ള വ്യത്യാസങ്ങൾ വരും. ഇത് റെഡ് സിന്ധി എന്ന് പറയും. ഈ റെഡ് സിന്ധി, കാങ്കരജ്, പിന്നെ താർപ്പാർക്കറ, ഗീർ, ഇതൊക്കെ മിൽക്കിംഗ് ബ്രീഡ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൃഷ്ണവാലി, കർണാടക കൃഷ്ണവാലി. ചെറുതല്ലേ? ഇത് നമ്മുടെ സാധാരണ ഇത് ചെറുവള്ളി. നമ്മളൊക്കെ കോട്ടയത്തിന്റെ ബ്രീഡുകളാണ്. മെച്ചൂര്, ചെറുവള്ളി. അത് ചെറുവള്ളി. ഇങ്ങനെ എസ്റ്റേറ്റ് വഴി മേഞ്ഞ് നടന്ന് അങ്ങനെ. ഇതെല്ലാം പിന്നെ കാവുകളുണ്ട്. അതുപോലെ ബ്രീഡുകളാണ്. ഇത് വെച്ചൂരാണ്. ഇത് കാളക്കുട്ടിയ ചെറുവള്ളിയുടെ കാളത്തിലാണ്. ഇല്ല, നിലവിലില്ല. ഇനി ഭാവിയിൽ വരും. ചക്ക്, ഇത് വെച്ചൂരിന്റെ ഉള്ള ശംഭു. ഇത് കപില എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എല്ലാം ഒരു കളറായിരുന്നു. ഈ ഗ്രേയ, മൂക്ക്, കുളമ്പ്, കണ്ണ്, പിന്നെ എല്ലാം കപില. കപിലയുടെ പ്രത്യേകത ഇതാണ്. ഒരു സ്മെല്ല്, ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. പിന്നെ മക്കൾ അവിടെ കുറെ പേരുണ്ടോ? ഇത് ഗീറിന്റെ പിള്ള. ഇതൊക്കെ പെഡിഗ്രി ഉള്ള. ഇവന്റെ അച്ഛൻ ഒരു ഫേമസ് ബുള്ള, ഗൂഗിൾ ചെയ്താൽ കാണാം. ബദരി എന്നാണ് പേര്. ഇന്ത്യയിലെ ഒരു ഫേമസ് ബുള്ളാണ്. അവന്റെ മകനാണ് ഗോവിന്ദ്. ബദരി ഗോവിന്ദ് എന്നാണ് പേര് അല്ലേ? ഗോവിന്ദ. പാട്ട് നമുക്ക് കേൾക്കാം, ഇവർക്ക് കേൾക്കാം. മൊത്തത്തിൽ ഒരു പോസിറ്റീവ്. പിന്നെ ഫുൾ ഡേ 24 hours.
ഇതും ബിജുവാദിയ. ഇത് സുരേഷ് ഗോപി കൊണ്ടുവന്ന ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരു 2 മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. രമണി എന്താ തന്നെ പേരുണ്ട. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാ, എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടോ, മൂക്കുകയറില്ല, ആർക്കും ഇല്ല. അഴിച്ച് ഇങ്ങോട്ട് വിടുകയുള്ളേ. ഇതിപ്പോ നമ്മൾ പുതിയത് വെച്ചതാണ്. അപ്പൊ ഇവിടെ വരെ വരാം. ഇങ്ങനെ ഫെൻസ് ചെയ്ത് ഇത്ര ഏരിയ ഉണ്ടാവും. ഇനിയിപ്പോ അവർ കുറച്ച് എല്ലാവരും അഴിച്ചു വിട്ടിരിക്കും. ഇവരൊന്നും കെട്ടിയിടാറില്ല. ഇതും കവിലയാ, സ്വർണ്ണ കവിലയാണ്. ഇത് കണ്ണ് ഉൾപ്പെടെ എല്ലാം ബ്രൗണ്. ഇതിപ്പോ 13-14 വയസ്സുണ്ടായിരുന്നു. ചേച്ചി ഇത് അദ്ദേഹത്തിന്റെ പിള്ള മുത്തുവും ധാരയാണ്. ഒരു മകനുമാണ്. ഇങ്ങനെ വരും. ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോയി വലുതാകുന്ന. ഇതൊക്കെ ഈ ഒരു വലുപ്പമൊക്കെ ആകുന്നുണ്ട്. ഇത് എന്റെ കാങ്കരത്തിന്റെ തന്നെ വലുതാകുന്നു. ഇതാണ് ചാണകത്തിന്റെ. ഇതിപ്പോ കൂട്ടി വെച്ചിരിക്കുന്ന ഇതിൽ നിന്ന് പൊടിഞ്ഞു പോയാണ്. ഇങ്ങനെ ഇരിക്കും. ഇത് മണമുണ്ടോന്നു. ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇവരുടെ ചാണകം വരുന്നത്. മറ്റേ പശുക്കളെ പോലെ അളിഞ്ഞ് വീഴത്തില്ല, ദുർഗന്ധമില്ല, മണത്ത് നോക്കിയാൽ പോലും മണമില്ല. അത് കുഴപ്പമില്ല. പിന്നെ അത് വെച്ചിങ്ങനെ ഇതിവിടെ കമ്പോസ്റ്റ്, നമ്മൾ ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. കരിയിലകളെല്ലാം തൂത്തുകൂട്ടി ഇതിനകത്ത് മുറ്റമടിക്കുന്നതൊക്കെ. എന്നിട്ട് അതിനകത്ത് ചാണകം ഇട്ട് സ്ലറിയും തളിച്ചിടും. ഒരു 30-40 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല തേയില പോലെ പൊടിഞ്ഞു കിട്ടും. ഈ ചാണകവും കരിയിലയും ചാണകമാണ് എല്ലാം അടിവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റ സാധനമുള്ളൂ ചാണകത്തിൽ. വേറെ ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ കുട്ടികളുടെയൊക്കെ ബ്രെയിൻ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉള്ള ഏക സാധനം ഈ നാടൻ പശുക്കളുടെ നെയ്യാണ്. അപ്പം അത് വേറൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഡയറി യൂണിറ്റ്. ഇതാണ് മിൽക്ക് ടെസ്റ്റ് റിപ്പോർട്ട്. സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ ഇതാ. 4.5% ഫാറ്റ് വേണം, 8.5 SNF വേണം. ഇതൊക്കെ മിൽമ പാലൊക്കെയാണ്. രണ്ട് ഇവര് പാലിക്കുന്നില്ല, ഗവൺമെന്റിന്റെയാണ്. പക്ഷെ നമ്മളിപ്പം ഇത് 2022 എടുത്താ. ഇത് ഒത്തിരി ബെറ്റർ ആയി ഇപ്പോഴത്തെ. ഞാൻ പറഞ്ഞു 5 ബ്രീഡ്സ് ഞാൻ പറഞ്ഞില്ലേ. കാങ്കരജ്, റെഡ് സിന്ധി, റാത്തി, പിന്നെ കാർ പാർക്കർ, ഗീർ. ഇതൊക്കെ മിൽക്കിംഗ് ബ്രീഡ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ പശുക്കളെ പോലെ തന്നെ 7 ലിറ്റർ തൊട്ട് 14-18 വരെയൊക്കെ കിട്ടുന്നുണ്ട് ഒരു നേരം. അല്ല, ഒരു ദിവസം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പാലിന്റെ അളവ് കുറഞ്ഞാലും നഷ്ടമില്ല. ഒന്ന്, ഇവരുടെ മെയിൻ്റനൻസ് ഇപ്പൊ കണ്ടില്ലേ. നമുക്ക് കുളിപ്പിക്കണ്ട, കൂട് കഴുകണ്ട. മറ്റേ പശുക്കളെ 2 നേരവും തൊഴുത്ത് കഴുകി കുളിപ്പിക്കണം. എന്നാലും ദുർഗന്ധമായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ അസുഖങ്ങളില്ല. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫീഡ് കൊടുക്കും? അതായത് പുല്ലല്ലാതെ ഒരു സമീകൃത ആഹാരം കൊടുക്കുന്നു. ഇപ്പം വാഴപ്പിണ്ടി, കപ്പത്തണ്ട്, ചീമക്കൊന്ന, കമീൻ്റെ ഇല, വനയില, അങ്ങനെയല്ല. പിന്നെ തവിടുകളും കുടിക്കാനും പച്ചവെള്ളമാണ്. ഉപ്പിട്ട് പച്ചവെള്ളം. പിന്നെ ഇതാണ് ഗോബർ ഗ്യാസ്. വില കിടക്കും.
ഇപ്പം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ട്. ഡെവലപ്മെന്റിന്റെ ഏറ്റവും വലിയ അതായത് അവിടെ കാണിച്ചു തരാം. 7 ഗോൾസ് നമുക്ക് ഈ പശുക്കളെ ഉപയോഗിച്ച് അച്ചീവ് ചെയ്യാം. 17 ആ 7 ഉണ്ടെങ്കിൽ ബാക്കി 17 നമുക്ക് അതിന് ചെയ്യാം. ഞാൻ അവിടെ കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. പിന്നെ തൈര് കളയുന്നത് അത് പഴയത്, ഇത് പുതിയത്. ഇപ്പം മോട്ടറൈസ്ഡ് ആണ്. ഇപ്പൊ എല്ലാവരും ഈ ക്രീം എക്സ്ട്രാക്ട് ചെയ്യുള്ളൂ. പാല് നേരെ കൊണ്ടുപോയിട്ട് അതിന് ക്രീം എക്സ്ട്രാക്ട് ചെയ്ത് അത് കുറെ അടിക്കുന്നില്ല, ഫെർമെന്റേഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് മണമില്ല, ഗുണമില്ല ഇപ്പൊ കിട്ടുന്നതിന്. എന്നിട്ട് ആ പാല് കഞ്ഞിവെള്ളം പോലെയാവും അതിൽ ബാക്കി വരുന്ന പാല്. ആ പാലിൽ ഈ പൗഡർ ആഡ് ചെയ്തിട്ടാണ് ഇത് പാലാക്കി ഇപ്പം മിൽമ പോലത്തെ ബ്രാൻഡുകളിൽ ഇങ്ങനെ കളിച്ചാൽ മതി. ശക്തി വെച്ചു ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം യൂട്രസിനൊക്കെ ബലം വരും, നടുവേദനയൊക്കെ മാറും, കൈക്ക് എക്സസൈസ് വരും, അരകല്ലും ഒക്കെ. ഇതൊന്നും ഉപയോഗിക്കത്തിനാണ് ഇപ്പൊ എല്ലാവർക്കും ഈ പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങളും ഒക്കെ കൂടുതലായിട്ടും വരുന്നത്. അതുപോലെ ഈ ഉരലൊലക്ക ഇതൊക്കെ നല്ല എക്സസൈസാണ്. അതെ, അതിന്റെ ബാക്കി പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്ന സാധനങ്ങളാണ്. ബാക്കിയുടെ കാണാം, അതിനെ പറ്റി അറിയാം. നിങ്ങളപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്ത് ചെയ്യുന്നത്. ഇത് പാല് പാക്ക് ചെയ്യുന്ന കവറാണ്. ഇത് നമ്മള് കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരും. ഇതൊക്കെ ഉപ്പിലിട്ടത് പല രീതിയിലെല്ലാം ചെയ്യുന്ന. പിന്നെ മിൽക്കിന്റെ പ്രോഡക്ട്സ് ആയിട്ട് ഇതെല്ലാം ഉണ്ട്. പഴമ വിട്ട് പുതിയതിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പഴയതിനെ എല്ലാം ഉച്ചയ്ക്കല്ലേ ഇപ്പം ചെയ്യുന്നത്. പഴയ ആളുകളെ അതെ, പഴയ ആളുകളെയും വേണ്ട, അവർ പറയുന്ന കാര്യങ്ങളും വേണ്ട, അവർ ചെയ്തിരിക്കുന്നതും വേണ്ട. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സസ്റ്റൈനബിലിറ്റി അന്വേഷിച്ച് നടക്കേണ്ടി വരുന്നത്. ഈ ചിരട്ടത്തവിയൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന് പോലും നല്ലതാണ്. ഈ ട്യൂമറൊക്കെ ഇല്ലേ, അതിനൊക്കെയുള്ള മെഡിസിനാണ് ഈ ചിരട്ട എന്ന് പറയുന്നത്. പ്ലാവില അത് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള കുറിയല്ല. ഇതാണ് നെയ്യുടെ ഒന്ന്, മണമില്ല, കെമിക്കലില്ല, പിന്നെ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. ഇത് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് വരുത്തിയതാണ്, അവിടെ ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി ഒന്നും വേണ്ടെന്നില്ല, എല്ലാവരും എല്ലാവരും ആശ്രയിക്കുകയാണ്. നല്ലൊരു മണം. വേസ്റ്റ് കിട്ടിയാൽ നമ്മൾ കഴിക്കും. ഇല്ല, അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ നമ്മൾ ഈ തലോടുമ്പോൾ ഒരു വാഴ്ത്തു പോലെ സാധനം കഴുകി പറ്റും. അതാണ് ഇവരുടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. അത് നമ്മൾ ഉരച്ച് തേച്ച് കഴുകി കുളിപ്പിച്ച് കഴിയുമ്പോഴാണ് ഇവർക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നതും ഈ ഈച്ചകളുടെയൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ കുറയുന്നത്. സാർ, ഇങ്ങനെ ഒരു ഗോക്കളെ വളർത്തുക എന്നൊരു ഉദ്ദേശം എങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഭക്ഷണം കിട്ടാത്തൊരു സമയം വന്നില്ലേ, പൈസയുള്ള 5 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് ചക്ക ഒരെണ്ണം തരാമെന്ന് എനിക്ക് വന്നിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫോടെ 5 ലക്ഷം രൂപ സാലറി ഒരു മാസം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇനി എപ്പോഴും ഉണ്ടാകാം. ഇനി എങ്ങനെയായിരിക്കും അത് ഉറപ്പായല്ലോ. പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ ഇന്നൊരു ന്യൂസ് കണ്ടതാണ്. ഹിമാലയൻ പർവ്വതം 13 മുതൽ 33 മീറ്റർ വരെ ഒരു വർഷം ഉരുകുന്നുണ്ട്. അത് കൂടിക്കൂടി വരുള്ളൂ, ഞാൻ കുറേ എത്തില്ല എന്താണ്. അപ്പം അങ്ങനെ ആഗോളതാപനം വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി എല്ലാം ഇല്ലാതായില്ലേ. ഇപ്പം മണ്ണിരകൾ എന്ന് പറയുന്ന സാധനത്തിനെ എവിടെയെങ്കിലും കാണാറുണ്ട്.
മണ്ണിരകളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിൽ 1.25 ലക്ഷം തൊട്ട് 2 ലക്ഷം വരെ മണ്ണിരകൾ കാണുന്നതാണ് നോർമലി. രാസവളം പ്രയോഗിക്കാത്ത മണ്ണാണെങ്കിൽ അവരപ്പോൾ അടിയിൽ നിന്നുള്ള ഈ വളങ്ങളൊക്കെ ഈ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ കൊണ്ടുവന്നാണ് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു ഹോൾ ഉണ്ടാക്കി വരും, കൊണ്ടുവന്ന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും, തിരിച്ച് വേറെ ഹോളിൽ തിരിച്ചു പോകുന്നത് അതേ ഹോളിൽ കൂടെ തന്നെയല്ല. അപ്പം ഒരു 2 ലക്ഷം ഹോൾ ഒരു ഏക്കറിൽ ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ അത്രയും സുഷിരങ്ങൾ അവിടെ വീണ് കഴിയുമ്പം ഈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും, സ്പോഞ്ച് പോലെയാകും മണ്ണ്. പിന്നെ വേരോട്ടം കൂടും, മേൽമണ്ണ് നല്ല ഫെർട്ടൈലാവും. അപ്പോൾ വെള്ളമായി വളമായി ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നടന്നോളും. പക്ഷേ ഈ മണ്ണിരകൾക്ക് ഏറ്റവും ആവശ്യം ഈ നാടൻ പശുക്കളുടെ ചാണകവും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് ഇവർ 15 അടി താഴ്ചയിൽ അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ഉറങ്ങി കിടക്കുമ്പോൾ മുകളിലേക്ക് കിടക്കും. ഈ ആക്ടിവിറ്റി ഒന്നും നടക്കത്തില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇവരുടെ ചാണകത്തിലുള്ള മൈക്രോബ്സ് ആണ് ഈ മൂലകങ്ങൾ ശരിക്കും കഴിക്കാൻ പാകത്തിനാണ്. നമ്മളിപ്പോൾ അരിപ്പൊടി തന്നെ നമ്മൾ കഴിക്കും, പുട്ടുണ്ടാക്കിയാലും ഇഡ്ഡലി ഉണ്ടാക്കിയല്ലേ കഴിക്കും. എന്ന് പറഞ്ഞാൽ ചെടിക്ക് അത് ഭക്ഷണം പാകം ചെയ്യാൻ പാകത്തിന് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ഈ മൈക്രോബ്സ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും കൂടുതൽ മണ്ണിലുണ്ടോ അത്രയും കൂടുതൽ ചെടിക്ക് ഭക്ഷണം കിട്ടും. അതാണ് ഇപ്പോൾ ഈ കാണുന്ന പച്ചപ്പെന്ന് പറയുന്നത്. കുമ്പളങ്ങി, മത്തങ്ങയൊക്കെ മുകളിലുണ്ട്. തേങ്ങ വീടുന്നല്ലേ മത്തങ്ങ കൃഷി. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ ഓർഗാനിക് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാം മിക്സഡായിരുന്നു. അതുകൊണ്ട് ഇനി എല്ലാം ഓർഡറിലാക്കാൻ വേണ്ടി പാലിന് തുടങ്ങാൻ എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇഞ്ചി, മഞ്ഞൾ, കസ്തൂരി മഞ്ഞളൊക്കെ അവിടെ നിൽക്കുന്നത്. അതിനൊന്നും വളം ചെയ്തിട്ടേ ഇല്ല. ഇവിടെ നിന്നുള്ളത് ഒഴുകി ചെല്ലുന്നൊക്കെ ഉള്ളൂ. കേടില്ല, ഒരു കേടുമില്ല. ഈ ചീരയൊക്കെ ആണെങ്കിൽ 3 പ്രാവശ്യം വെള്ളം എടുക്കാം. നമുക്ക് ഒരു പെസ്റ്റിസൈഡോ വളവോ പ്രയോഗിക്കേണ്ട. ഈ ഗോമൂത്രത്തിന് ഭയങ്കര ഔഷധ ഗുണം ഉണ്ടെന്ന് പറയുന്നത്. ഗോമൂത്രത്തിന്റെ 11 പേറ്റന്റ് അമേരിക്കയുടെ കയ്യിൽ തന്നെയുണ്ട്. ഗോമൂത്രം പ്ലസ് നമ്മുടെ ഹെർബൽ മെഡിസിനൽ കോമ്പോസിഷൻസ് ജർമ്മനിയുടെ കയ്യിലുണ്ട്, ചൈനയുടെ കയ്യിലുണ്ട്, ഫ്രാൻസിന്റെ കയ്യിലുണ്ട്. നമ്മുടെ ഇവിടെ ചീത്ത വിളിക്കാൻ ചാണകവും മൂത്രമൊക്കെ ഉപയോഗിക്കും. അതാണ് പ്രത്യേകത. നല്ല പശുക്കളും കാളകളും ഒക്കെ അവിടെയാണ്. ഇപ്പോൾ ഈ ഗീർ പശുവിനെ ഇവിടുന്ന് ബ്രസീലിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെമൻ 40 ലിറ്റർ വരെ പാല് കിട്ടുന്നു. നമ്മളിവിടെ 7 ഞാൻ പറഞ്ഞത് നല്ല പശുക്കളൊക്കെ അവിടെ ആയിപ്പോയി. വില എങ്ങനെയാണ് സാറേ? എന്ന് വെച്ചാൽ നാടൻ പശുക്കളുടെ പാലിന്റെ വിലയെക്കാട്ടിലും നാടൻ പശുക്കളുടെ പാല് നമ്മൾ കൊടുക്കുന്നത് 130 തൊട്ട് 150 രൂപ വരെ കൊടുക്കും ലിറ്റർ. 1 ലിറ്റർ. മറ്റേ പശുക്കളുടെ എത്ര 30, 38. അപ്പം 4 പാല് കിട്ടിയാലും നഷ്ടമില്ല. പിന്നെ ഈ അഡീഷണൽ ആയിട്ട് ഈ കിട്ടുകയല്ലേ. മറ്റേ പശുക്കളുടെ ചാണകത്തിൽ ഈ മണ്ണിലുള്ള ഈ മൈക്രോബ്സിനെ ബാക്ടീരിയസിനെ നശിപ്പിക്കുന്ന ബാക്ടീരിയ അതിനകത്തുണ്ട്. അതുകൊണ്ട് അത് മണ്ണിൽ വീഴുകയും ചെയ്യരുത്. ആ പാല് നമ്മൾ ഉപയോഗിക്കരുത്. മഹാലക്ഷ്മി എന്നുള്ള പേരിടാനുള്ള കാരണം? മഹാലക്ഷ്മി എന്നുള്ള നമ്മുടെ ആദ്യത്തെ പശുക്കിടാവിന്റെ പേര് മഹാലക്ഷ്മി എന്നായിട്ടെ. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഇത്ര ആയത്. ഈ കാണുന്ന പോർഷനാണ് നമ്മുടെ ആദ്യത്തെ തൊഴുത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിച്ചില്ലോ? കഴിച്ചോളാം. ഇതാണ് ആദ്യത്തെ തൊഴുത്ത്. ഇവിടെ ഒരു പശുക്കിടാവിനെ ഞാൻ ഈ കാറിനകത്ത് കയറ്റി കൊണ്ടുവന്ന ഇവിടെ നിർത്തിയാണ് ഈ ചാണകത്തിന് വേണ്ടി കൊണ്ടുവന്ന അന്ന് കൃഷി തുടങ്ങാൻ വേണ്ടി. ഇവിടെ ഒരു മഴമറിയായിരുന്നു. അങ്ങനെയാണ്, അതാണ് മഹാലക്ഷ്മി. ആ തുടങ്ങിയതാണ്ട് പിന്നെ പേരങ്ങനെയും കിട്ടും. മഹാലക്ഷ്മി ഗോശാലയായി. പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷനിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ കേരളത്തിൽ കുറവാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കുറവാണ്. നിങ്ങളെപ്പോലുള്ളവരൊക്കെ വേണമെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. നിങ്ങളല്ല ഇപ്പം സസ്റ്റൈനബിൾ. അതാണ് ഇന്ന് ശരിക്കും വന്നത്. അതുകൊണ്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് അപ്പം NSSന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ, അത് കാണാം. അത് കഴിച്ചിട്ട്